السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. മക്കയിലെ അവിശ്വാസികളുടെ അല്ലെങ്കിൽ ബഹുദൈവാരാധകരുടെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ടവരാണ് പെൺമക്കൾ. എന്നിട്ടും അള്ളാഹുവിന് മക്കളുണ്ടെന്ന് മാത്രമല്ല അവർ പറയുന്നത്, മറിച്ച് അത് പെൺമക്കളാണെന്ന് കൂടി അവർ വർണ്ണിക്കുന്നു. അതുകൊണ്ടും അവർ മതിയാക്കുന്നില്ല. ഏറ്റവും നന്നായിട്ടുള്ളതൊക്കെ തങ്ങൾക്കായിരിക്കും ലഭിക്കുകയെന്നും അതിൻ്റെ അവകാശികൾ അവരാണെന്നും അവർ വായടിത്തം പറയുന്നു. വാസ്തവമാകട്ടെ നേരെ മറിച്ചാണ് കാര്യം. അതെ, അവർക്ക് ലഭിക്കാനിരിക്കുന്നത് ഏറ്റവും വഷളവും ഏറ്റവും കടുത്തതുമായ നരകമായിരിക്കും. ആദ്യമായി അതിൽ പ്രവേശിക്കപ്പെടുന്ന ഏറ്റവും വലിയ കേടികളും അവർ തന്നെയായിരിക്കും. ഇഹത്തിൽ ലഭിക്കാനിരിക്കുന്ന എല്ലാ നല്ല ഭാവിയും ഉന്നത പദവിയും തങ്ങൾക്കാണെന്നും പരലോകം എന്നൊന്ന് ഉണ്ടെങ്കിൽ അവിടെയും തങ്ങളായിരിക്കും മുമ്പന്മാർ എന്നുമാണ് അവരുടെ വാദം. മതത്തെ ധിക്കരിക്കുകയും പരലോകത്തെ നിഷേധിക്കുകയും ചെയ്യുന്നവരുടെ എല്ലാ കാലത്തുമുള്ള വീരവാദം യഥാർത്ഥത്തിൽ കള്ളപ്രചരണം തന്നെയാണിത്. അള്ളാഹു പറയുന്നു, ഈ മനുഷ്യന് വല്ല കഷ്ടതയും ബാധിച്ച ശേഷം നമ്മുടെ പക്കൽ നിന്നുള്ള വല്ല കാരുണ്യത്തെയും അവന് നാം ആസ്വദിപ്പിച്ചുവെങ്കിൽ തീർച്ചയായും അവൻ പറയും, ഇതെനിക്കുള്ളതാണ്. അന്ത്യസമയം നിലവിൽ വരുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. എൻ്റെ റബ്ബിലേക്ക് ഞാൻ മടക്കപ്പെടുകയെങ്കിൽ തന്നെ നിശ്ചയമായും എനിക്ക് അവൻ്റെ അടുക്കൽ ഏറ്റവും നല്ലത് തന്നെ ഉണ്ടായിരിക്കുകയാണ്. വിശ്വാസിയും അവിശ്വാസിയുമായ രണ്ട് തോട്ടക്കാർ തമ്മിൽ നടന്ന ഒരു സംഭാഷണം സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നുണ്ട്. അതിനിടയിൽ അവിശ്വാസി പറഞ്ഞതായി അള്ളാഹു പറയുന്നു, ഒരു കാലത്തും, അതായത് അവൻ്റെ തോട്ടം നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അന്ത്യസമയം സംഭവിക്കുന്നതാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ഞാൻ എൻ്റെ റബ്ബിലേക്ക് മടക്കപ്പെടുകയാണെങ്കിൽ തന്നെ നിശ്ചയമായും ഈ ഭൗതിക ജീവിതത്തിൽ ഇതിനേക്കാൾ നല്ല കാര്യങ്ങൾ, എനിക്ക് ഒരു നല്ല മടക്കസ്ഥാനവും തീർച്ചയായും എനിക്ക് കിട്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ശരിയായ വിശ്വാസമനുസരിച്ച് ജീവിക്കുകയും ആ വിശ്വാസത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.